മുതലപ്പുഴി പ്രശ്നം പരിഹാരത്തിനായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ച പോസിറ്റീവ് എന്ന് മത്സ്യത്തൊഴിലാളികൾ. വൈകാരികത കാരണമാണ് സംഘർഷമുണ്ടായതെന്നും ഗവൺമെൻറ് ഓഫീസ് തകർക്കാൻ പാടില്ലായിരുന്നുവെന്നും സമരസമിതി ഭാരവാഹികൾ സമ്മതിച്ചു. മത്സ്യത്തൊഴിലാളികൾ മാത്രമായി നടത്തിയ സമരത്തിൽ കൊടിയുടെ നിറം നോക്കിയില്ല. ചിലർ മുതലെടുപ്പിന് ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ചർച്ച വളരെ പോസിറ്റീവായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ തന്നെ അദ്ദേഹം കളക്ടറും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു. ഏതാണ്ട് 2 ദിവസത്തിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്. അതിന് നമ്മൾ രണ്ടുപേരും സൗഹാർദ്ദത്തോടു കൂടി തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സൗഹാർദ്ദപരമായ കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് ചന്ദ്രഗിരി ട്രെജറിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ടെക്നിക്കലി ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് പരിഹരിക്കുവാനായിട്ട് ചില സമയം ഒത്തിരി ബ്രേക്ക് ഡൗൺ ആവും. അത് നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സുലേഖ, അതായത് സമരസമിതിക്ക് പറ്റിയ തെറ്റുകൾ അവർ സമ്മതിക്കുകയാണ്, ശരിയായ ദിശയിലേക്ക് എത്തുകയാണ്, ചർച്ച വളരെ ഗുണപരമായി എന്നും അവർ സമ്മതിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തീർച്ചയായും മുതലപ്പുഴയിൽ നാളെ മുതൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നത് തന്നെയാണ് ഇന്ന് കളക്ടറുമായി മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ചർച്ചയിൽ പ്രധാനമായും ഉണ്ടായ ഒരു തീരുമാനമെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ മാസം 30 കൂടി തന്നെ മണൽ പൂർണ്ണമായി നീക്കാനാകുമെന്നുള്ള പ്രതീക്ഷയും ഈ കളക്ടർ ഈ സമരസമിതി ആളുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് നടന്നിരുന്നില്ല മുതലപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ സമരസമിതി വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. പ്രതിഷേധത്തിലാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെയും ഉണ്ടായത്. അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായത് വൈകാരികത കൊണ്ടാണ് എന്നതാണ് സമരസമിതി ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിക്കുന്ന രീതിയിലടക്കം ഈ സമരസമിതി ആളുകൾ കടന്നിരുന്നു. അതിൽ ഇവരോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കും സമരസമിതി എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ മുതലപ്പുഴയിൽ പൂർണ്ണമായും ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുമെന്നത് തന്നെയാണ് ഈ ചർച്ചയിൽ പ്രധാനമായും എടുത്ത തീരുമാനമെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ മാസം 30 കൂടി തന്നെ ഈ മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ പൂർണ്ണമായും ഡ്രഡ്ജ് ചെയ്ത് മാറ്റാൻ കഴിയും എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം ഈ ചേറ്റുവയിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തുന്നതിന് മുൻപ് ചേറ്റുവയിൽ നിന്ന് ഒരു ഡ്രഡ്ജർ എത്തിച്ചിരുന്നു. അതിന്റെ കരാർ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനു വേണ്ടിയുള്ള ഈ കരാർ പുതുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നും അത് ആ ഒരു കരാർ കൂടി വന്നാൽ ചന്ദ്രഗിരി ഡ്രഡ്ജറിനൊപ്പം തന്നെ ഈ ചേറ്റുവയിൽ നിന്നും കൊണ്ടുവന്ന ഡ്രഡ്ജറും മണൽ നീക്കം നടത്തുമെന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ മുതലപ്പുഴയിലെ പ്രശ്നം അത് പരിഹാരത്തിലേക്ക് എത്തുന്നു. നാളെ മുതൽ പൂർണ്ണമായും ഈ മണൽ നീക്കം അത് ഉണ്ടാകുമെന്നത് തന്നെയാണ് ഈ ചർച്ചയിൽ ഉണ്ടായ പ്രധാന തീരുമാനം. വിഷാദ.